ഹായ് ഓൾ, എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയ ടോയ്. അതിനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ദിസ് ഗെയിം ഈസ് ലൂഡോ. എന്ന് വെച്ചാൽ ഈ ഗെയിം ലൂഡോ എന്നാണ് പേര്. ഡൈസ് ഇട്ട് ഒന്ന് കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് വന്നില്ല, പിന്നെ 6 ഇട്ടാൽ വീണ്ടും നമുക്ക് ഇങ്ങനെ പോവണം. അങ്ങനെ പോയി നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ എത്തി ഇതിൽ കയറുവാണെങ്കിൽ നമ്മൾ ജയിക്കും. അടുത്ത ഗെയിം ഒരു സമയത്ത് 4 പേർക്കാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ വഴി എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് കിട്ടും ട്രോഫി. വേറെ ആരെങ്കിലും ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്ന് ജയിക്കുവാണെങ്കിൽ അവർക്ക് കിട്ടും ഫസ്റ്റ്. പിന്നെ തോൽവി നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഈ ബോർഡിന്റെ ബാക്കിലും വേറെ 4 അഡ്വഞ്ചർ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിന് ഭയങ്കര വെയിറ്റ് ആണ്. ഇതൊക്കെയാണ് ഇത് ബൈക്ക് റൈസ്, ഇത് ഏണി ബമ്പ്, ഇത് ക്രിക്കറ്റ്, ഇതാണ് ചെസ്. ഈ ഏണി ബമ്പ് എന്ന് വെച്ചാൽ ഒന്ന് കിട്ടിയാൽ നമ്മൾ പറഞ്ഞില്ലേ ലൂഡോ, ഒന്ന് കിട്ടിയാൽ കയറാന്ന്, അതുപോലെ ഒന്ന് കിട്ടിയാൽ ഇതിൽ കയറാം. പിന്നെ ഇങ്ങനെ 2 കിട്ടിയാൽ ഈ ഏണി അങ്ങനെ പോയി ഇത് എത്തിയാൽ പിന്നെ നമുക്ക് 10ലേക്ക് പോകേണ്ടി വരും. പാമ്പെല്ലാം അതിൻ്റെ വാലിൻ്റെ അറ്റത്താണ് പോകേണ്ടി വരും നമ്മൾ. എന്നുവെച്ചാൽ നമ്മൾ അത്രയും കുറഞ്ഞു വരും. നിങ്ങൾക്ക് ഡൈസ് എന്താണെന്ന് അറിയാവോ? ഒരു ക്യൂബിക് ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അത് വെച്ചാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അങ്ങനെ ഇട്ടാണ് ഇവിടം വരെ പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ ജയിക്കും. അടുത്ത കളി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത കളി ബൈക്ക് റൈസ്. നമ്മൾ ബൈക്ക് റൈസ് നമ്മൾ ഈ 4 പേർക്ക് കളിക്കാം. നമ്മൾ ലൂഡോയിൽ പറഞ്ഞില്ലേ 4 പേർക്ക് കളിക്കാം. അതുപോലെ ബൈക്ക് റൈസിലും 4 പേർക്ക് കളിക്കാം. ഇങ്ങനെ പോയി 90 എത്തുവാണെങ്കിൽ എമർജൻസി എന്ന് വെച്ചാൽ തെറ്റായ വഴി കൂടെയാണ് നമ്മൾ വന്നത്. അതിന് പോകണ്ട 1ലോ അതോ 5ലോ ഏതെങ്കിലും ഈ 2 നമ്പറിൽ പോകണം. ഓക്കെ, ഇത് 2 റോഡേ ഉള്ളൂ. പക്ഷേ ഈ 4 പേർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്രിക്കറ്റ്. ഈ ക്രിക്കറ്റ് എന്തായിരിക്കും? അത് കൺഫ്യൂഷൻ. ഇതിൽ ഭയങ്കര പാടാണ്. ഡൈസിൽ ഒന്ന് കിട്ടിയാലുമേ ഇതിലേക്ക് കയറാൻ പറ്റൂ. അങ്ങനെ പോയി ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പണിയാണ്. വീണ്ടും 1 വരേണ്ടി വരും. ഇങ്ങനെ പോയി ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾ ജയിക്കും. അതാണ് ഈ ക്രിക്കറ്റ്. ഇതിൽ മാത്രമല്ല ചിലതിലൊക്കെയും ഇങ്ങനെ പോകേണ്ടതുണ്ട്. ഇതിനാണ് കൂടുതൽ ഇങ്ങോട്ട് പോകേണ്ടത്. ഇത് സ്റ്റംപ് ഔട്ട്, ഇത് റൺ ഔട്ട്, ഇത് പിന്നെ 6, ഇത് 4. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും 1ലേക്ക് പോകേണ്ടി വരും. ഇത് വിന്നറിൻ്റെ സ്ഥലം. ഓക്കെ, ഈ വിന്നറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രോഫി കിട്ടും. അതാണ് ഈ ഗെയിമെല്ലാം കണ്ടിരിക്കുന്നത്. അടുത്ത 5ാമത്തെ പ്ലേ എന്താണെന്ന് വെച്ചാൽ ചെസ്. ഇതെന്താ കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ.
ഇതിന്റെ കരിക്കളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സാധാ നമ്മൾ ചെസ് ബോർഡ് കളിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾക്ക് എൻ്റെ കൈ കരിക്കളില്ല എന്ന് തോന്നിക്കും. ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം. കണ്ടോ, ഈ കരിക്കളൊക്കെ വെച്ചാണ് ഇത് കളിക്കുന്നത്. ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലാക്ക്. എൻ്റെ പ്ലേ ബോർഡിലെ 5 ഗെയിമുകൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.